ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൽ നിന്ന് പെൻഷൻ വാങ്ങിക്കുന്നവർക്കെല്ലാം ഈ പ്രാവശ്യം 2000 രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഇതിനോടകം തന്നെ വർദ്ധിപ്പിച്ച എമൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പെൻഷൻ തുക വർദ്ധിപ്പിച്ച് 3000 രൂപയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാവുകയാണെങ്കിൽ ഇനി പറയുന്ന ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സേവന പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ പെൻഷൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ അറിയുന്നതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു രേഖയെന്ന് പറയുന്നത് ആധാർ കാർഡായിരിക്കും. എന്നാൽ നമ്മൾ പെൻഷൻ ID നമ്പർ ഉണ്ടെന്നുള്ളതോ അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുക പോലും ചെയ്യാറില്ല. എന്നാൽ ഇനി മുതൽ നമ്മുടെ പെൻഷൻ ID നമ്പർ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പെൻഷൻ ID നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ഇതിനു മുമ്പ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയുടെ ഫാർമേഴ്സ് ID നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം. ആ ഒരു ഐ ബട്ടണിൽ പ്രസ് ചെയ്താൽ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവരുടെ പെൻഷൻ ID നമ്പർ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ്റെ ID നമ്പർ നമുക്ക് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ സെർച്ച് ബാറിൽ സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സേവന പെൻഷൻ എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ വരുന്നതാണ്. ഇവിടെ കാണുന്ന ആദ്യത്തെ വെബ്സൈറ്റ് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രധാന ഇൻ്റർഫേസിലേക്ക് നമ്മൾ വരുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ടും 3 ഓപ്ഷനുകളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ചോദിക്കുന്നത് പെൻഷൻ ID നമ്പറാണ് ചോദിക്കുന്നത്. രണ്ടാമത്തത് ചോദിക്കുന്നത് ആധാർ നമ്പറാണ് ചോദിക്കുന്നത്. മൂന്നാമത്തത് അക്കൗണ്ട് നമ്പറാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ അറിയേണ്ടത് പെൻഷൻ ID നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ആധാർ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറോ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പെൻഷൻ ID നമ്പർ കണ്ടെത്തുന്നതിനായിട്ട് ഞാനിവിടെ ആധാർ നമ്പറിൻ്റെ ഓപ്ഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷന് തൊട്ട് മുമ്പിലുള്ള ആ വട്ടത്തിലുള്ള ഒരു മാർക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് കാണുന്ന ആ കോളത്തിൽ കോഡ് നമ്പരും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് തിരയുക എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു അടുത്തൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെയെല്ലാം സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആധാർ നമ്പറിൻ്റെയൊക്കെ രേഖകളൊക്കെ ഞാനിവിടെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ പെൻഷൻ ID എന്നിവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ പെൻഷൻ ID നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുന്ന് നമ്മൾ ഈ പെൻഷൻ ID നമ്പർ നമ്മളിവിടുന്ന് എഴുതിയെടുത്ത് നമ്മൾ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിലോ നമുക്ക് എപ്പം വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് എഴുതി വെക്കേണ്ടതാണ്. നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് സർക്കാർ ഉയർത്തുകയാണെങ്കിൽ ഈ പെൻഷൻ ID നമുക്ക് മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രവുമല്ല, പെൻഷൻ 3000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കർശനമായ പരിശോധനകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ പെൻഷൻ ID നമ്പർ നമ്മുടെ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പെൻഷൻ ID എങ്ങനെ കണ്ടെത്താമെന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടതെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.